ഹായ് നമസ്കാരം. HSA മാത്സ് എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ HSA ഇപ്രാവശ്യം കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. HSA മാത്സ് ഇപ്പോൾ HST എന്ന് പറയുന്നത് അല്ലെ, ഹൈസ്കൂൾ ടീച്ചർ മാത്സ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. വീട് തൃശ്ശൂരാണെങ്കിലും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് തിരുവനന്തപുരത്താണ്. അപ്പോൾ കഴിഞ്ഞ 2 HSA മാത്സ് എക്സാമിനും, അതായത് കഴിഞ്ഞ ആദ്യത്തെ വർഷം 2016 നടന്ന എക്സാമിന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ അത് കിട്ടിയില്ല. ഓക്കെ, സോ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഇപ്രാവശ്യം അതുകൊണ്ട് വെച്ചത്. അവിടെ 111 റാങ്കാണ്. 110 പേര് എടുത്തു. ഇപ്പോൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമില്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. ചുമ്മാ റാങ്ക് ലിസ്റ്റിൽ കയറി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് സർക്കാർ ജോലി, പ്രത്യേകിച്ച് ടീച്ചിങ് ജോബ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് ആരും പഠിക്കരുത്. എങ്ങനെ പഠിച്ചാലും ഇപ്രാവശ്യം ആദ്യത്തെ 10 എത്തിച്ചേരണം. എങ്ങനെയെങ്കിലും ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്തോട്ടെ, ആദ്യത്തെ 10 എനിക്ക് എത്തിച്ചേരണം എന്ന വാശിയോടെ കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. അല്ലാതെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിലൊന്ന് കയറിയാൽ മതി, അതാണ് എൻ്റെ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു വന്നുള്ളൂ. ആദ്യത്തെ ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ്. പ്രത്യേകിച്ച് ഞാൻ 2009 B.Ed കഴിഞ്ഞ്. അതിനുശേഷം അധികം എക്സാം ഒന്നും നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനാണ് വെച്ചെങ്കിൽ മറ്റുള്ള പോസ്റ്റുകളൊന്നും എഴുതാറുമില്ല. എനിക്ക് ടീച്ചിങ് അത്ര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ടീച്ചിങ് ജോബ് മാത്രമേ ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാറുള്ളൂ. മറ്റതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എഴുതിയെന്നല്ലാണ്ട് ചുമ്മാ അങ്ങനെ എഴുതിയിട്ട് അവസാനം പോകില്ല. അതായത് അപ്ലിക്കേഷൻ കൺഫർമേഷൻ കൊടുക്കില്ല. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ 2012 വിളിച്ച നോട്ടിഫിക്കേഷൻ വിളിച്ചു. 2016 എക്സാം നടത്തി. പിന്നെ 2018 ലിസ്റ്റ് വന്നു. എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ഇൻ്റർവ്യൂവിന് കുറച്ച് മാർക്ക് കുറവായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. പഠിപ്പിക്കാനുള്ള നമുക്ക് എന്താ പറയുക, ഡെമോ ക്ലാസ് ഒന്നും എടുപ്പിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ എന്താ അറിയില്ല. എന്തായാലും റാങ്ക് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ബാക്കിലേക്ക് ആയതുകൊണ്ട് ആദ്യത്തെ ഒരു 80 പേരൊക്കെ എടുത്തുള്ളൂ. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലത്തെ ആ അവസരം നമുക്ക് എന്താ പറയുക കിട്ടിയില്ല. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയെന്ന് വിചാരിച്ചു ഞാൻ ഭയങ്കര സന്തോഷിച്ചിട്ടാണ്. ഇപ്പോൾ ജോലി കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം എന്തായാലും ഇങ്ങനെ പഠിച്ചാൽ മതിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കോച്ചിങ്ങിന് പോയി. തിരുവനന്തപുരത്ത് ഗോപാലകൃഷ്ണ സാറുണ്ടായിരുന്നു. ഞാൻ ആദ്യം അറിഞ്ഞിരുന്നില്ല. സാറിൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റിൽ തന്നെ എനിക്ക് കയറാമായിരുന്നു. ഫസ്റ്റത്തെ എക്സാമിന് തന്നെ കയറാമായിരുന്നു. പക്ഷേ അറിഞ്ഞില്ല. പിന്നീടാണ് സാറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡിഗ്രി ലെവലിൽ മാത്സ് ഒക്കെ അത്ര അടിപൊളിയായിട്ടാണ് സാർ എടുക്കുക. ഓരോ ഷോർട്ട് കട്ടുകളും നമുക്ക് സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ എക്സാം എനിക്ക് കോളായത് അങ്ങനെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ കിട്ടി, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ, നമ്മൾ വീട്ടിൽ നിന്ന് ആൻസർ ചെയ്യില്ലേ, ആ ക്ലാസ്സിലിരുന്ന് ആൻസർ ചെയ്യുന്ന പോലെ ഇരുന്ന് കണ്ടുപിടിക്കാൻ പോയി. ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ 10-20 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ 1.25 മണിക്കൂറില്ലേ. പിന്നെ ഓടിച്ചിട്ട് എന്തൊക്കെയോ മാർക്ക് ചെയ്തു. അങ്ങനെ ഒരു 29 മാർക്കാണ് ആ എക്സാമിന്. എനിക്ക് 29-30 എനിക്കറിയില്ല, ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും അന്ന് കട്ട് ഓഫ് 25 തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും ആ എക്സാമിന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ബാക്കിലായിരുന്നു. ഒരു ബാക്കിൽ 130 സംതിങ് ആയതുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പോൾ അടുത്ത HSAക്ക് വേണ്ടി നന്നായി പഠിച്ചു. ഇതേപോലെ ഒരു വർഷം ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നിർത്തി. വേറെ ഒന്നുമില്ല, പഠനം മാത്രമാക്കി. ഏകദേശം 10-30 നോട്ട്ബുക്കൊക്കെ സാറ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. അതിന് കൂടെ എനിക്ക് സെറ്റ് പാസ്സാവാനും പറ്റി. ഓക്കെ, ദെൻ HSST അപ്ലൈ ഒക്കെ ചെയ്തു. പക്ഷേ കിട്ടിയില്ല. HSST ചെറിയ ലിസ്റ്റ് ആയിരുന്നല്ലോ. സോ ഇതേപോലെ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ്. 110 പേര് അഡ്വൈസ് ആയിട്ടുണ്ട്. 111ാമത്തെ ആളാണ്. കുറച്ച് നമ്മുടെ എന്താ പറയുക, ടേണ് വരുമ്പോൾ കുറച്ച് ബാക്കിലേക്കാവും. എങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അതായത് സാധാരണ രീതിയിലൊന്നും പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സിലബസ് അനുസരിച്ച് നോക്കുക. അതിൽ നമ്മൾ വിചാരിക്കും സാധാരണ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അതിൻ്റെ സബ്ജക്റ്റ് സിലബസ് കവർ ചെയ്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. അത്രയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. +1 +2 ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ചില പ്രോബ്ലംസൊക്കെ +1 +2 അറിയാലോ. ഇപ്രാവശ്യം നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 0 to π/2 എന്താണ് sin θ ബൈ അങ്ങനെ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. sin raised to 4θ ബൈ sin raised to 4θ പ്ലസ് cos raised to 4θ dθ അല്ലേ. ഇതിൻ്റെ ആൻസറൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ +1 +2 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. π/4 ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക.
ഓക്കെ, ചില ഇൻറ്റഗ്രേഷനിൽ ഇത്രയും വലിയ ഇൻറ്റഗ്രലൊക്കെ നമ്മൾ ആ സമയത്ത് ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ +1 +2 ബുക്ക് ടെക്സ്റ്റ് ബുക്ക് തറോ ആയിട്ടിരിക്കണേ. കാരണം അതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വന്നിരുന്നു. അതും കൂടെ എൻ്റെ നമ്മുടെ റിയലും കോംപ്ലക്സും എല്ലാം ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് പോയതുകൊണ്ട് അങ്ങ് അതൊക്കെ കുറേ ഗുണം ചെയ്തു. പിന്നെ മെയിൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, മെയിൻ ഇതാണ്, എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. കഴിഞ്ഞ വർഷം എനിക്കൊരു ചതി പറ്റിയിരുന്നു. അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2016 എക്സാമിലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ സിമ്പിളായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് കാണാൻ പോലും പറ്റിയില്ല, സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആദ്യം മുതലേ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ടിക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ജസ്റ്റ് വായിച്ചു വെച്ചാൽ അങ്ങനെ വായിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ ടിക്ക് ചെയ്തപ്പോൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് എനിക്കങ്ങനെ ചുമ്മാ ടിക്ക് ചെയ്യാൻ പറ്റി. അതായത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഗുണം ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. അതായത് ഈ HSM മാത്സ് എഴുതാൻ പോകുന്നവർക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടാണ്. അത് താല്പര്യമുള്ളവർ ഈ ഒരു താഴെ ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. ചെറിയൊരു എമൗണ്ട് ഫീസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരോടും ഞാൻ എന്തെങ്കിലും ജോയിൻ ചെയ്യാനൊന്നും പറയുന്നില്ല. ഞാൻ ചുമ്മാ നിർബന്ധിക്കും. പലരും പല സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഏത് സെൻറ്ററിലാണെന്ന് വെച്ചാൽ ആ സെൻറ്ററിലെ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. അതായത് എവിടെ നിങ്ങൾ ജോയിൻ ചെയ്താലും നന്നായിട്ട് പഠിച്ചാൽ മതി. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെൻറ്ററിൽ ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല, എല്ലായിടത്തും നന്നായി പഠിപ്പിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം തുടങ്ങുന്നുണ്ട്. സ്റ്റാറ്റി അങ്ങനെ അറിയാത്തൊരു കുറേ ആൾക്കാർക്ക് തോന്നുന്നു എന്തിനാണ് ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നത്. അങ്ങനെയല്ല, സ്റ്റാറ്റി ഇപ്പോൾ കുറേ ഞാനൊക്കെ 2006 2003 2006 എന്താ പറയുക BSc മാത്സ് പാസ്സായ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ബാക്കിൽ 10-20 വർഷം കഴിഞ്ഞില്ലേ. അപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, സ്റ്റാറ്റൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഞാനത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ചില പ്രോബ്ലംസ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ടിക്ക് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, മനസ്സിലായോ? അത് നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്കത് ശരിയാക്കാമായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം 18 ക്വസ്റ്റ്യനോളം എനിക്ക് സ്റ്റാറ്റ് ശരിയാക്കാൻ പറ്റും. 40 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതൊക്കെ ഹൈ ലെവലായിരുന്നു. അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. സ്വയം പഠിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് +1 +2 കൊമേഴ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അതിൻ്റെ മലയാളം മീഡിയം നമുക്ക് സമഗ്ര സൈറ്റിലേക്ക് എടുക്കുന്നുണ്ട്. അത് ചുമ്മാ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് നോക്കി പഠിച്ചാൽ മതി. പക്ഷേ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല ചില കാര്യങ്ങൾ. ഇപ്പോൾ ടെസ്റ്റിങ്ങോ ഹൈപ്പോത്തസിസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ BSc മാത്സ് പഠിക്കുമ്പോൾ സബ്ബായിട്ട് സ്റ്റാറ്റിയിൽ അല്ലേ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് മറന്നു പോകാൻ, ചിലപ്പോൾ അന്ന് തന്നെ ചിലപ്പോൾ ഒക്കെ എന്താ പറയുക ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് എല്ലാവരോടും ഞാൻ ചുമ്മാ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് പറയല്ല, അങ്ങനെ താല്പര്യമുള്ളവരും മതി. ഓക്കെ, ജസ്റ്റ് ഞാൻ എനിക്ക് പറ്റാവുന്ന മാക്സിമം ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സിലബസ് ഫുള്ളായിട്ട് നിങ്ങളെ കവർ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എനിക്ക് മാക്സിമം എനിക്ക് കിട്ടുന്ന പോലെ, എനിക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് അതേപോലെ നിങ്ങൾ കൊണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 10 എത്തണം കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ വേക്കൻസികളൊക്കെ കുറവാണ്. ഇപ്പം ഞങ്ങൾ മലപ്പുറം ജില്ലയുടെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ്, നമുക്ക് വേക്കൻസികളൊക്കെ കുറവേ വരുന്നുള്ളൂ. ആദ്യത്തെ ഒരു തള്ളിക്കയറ്റം കഴിഞ്ഞു, എങ്കിലും ഇനി അങ്ങോട്ട് വേക്കൻസികളൊക്കെ, കാരണം ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതൊക്കെ അത്ര ഏജുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ റിട്ടയർമെൻറ്റും അങ്ങനെയൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്കുള്ള വേക്കൻസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. ടോപ്പ് 10 ആദ്യത്തെ ടോപ്പ് വേണമെങ്കിൽ 1ാം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പറഞ്ഞിരുന്നു എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ബേസ് കിട്ടിയാൽ മാത്രമേ നമുക്കത് എളുപ്പമുള്ളൂ. അല്ലാത്തവർക്ക്, ഈ ബേസ് ഒന്നും അറിയാത്തവർക്ക് നമുക്കിത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ടിക്ക് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അതായത് ഒരു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് എച്ച് എന്ന് പറഞ്ഞ ഒരു ഹൈപ്പോത്തസിസ് 1% ലെവലിൽ നിരാകരിച്ചാൽ 5% ലെവലിൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. അതുപോലെ കൂടിയ സാമ്പിൾ സൈസിൽ ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും, മനസ്സിലായോ? പക്ഷേ ഇത് ഞാൻ സത്യം പറയാനുള്ള, ഞാൻ MCOMന് ഇപ്പോൾ കുറേ കോളേജിൽ പഠിപ്പിച്ചിരുന്നു, ഗസ്റ്റായിട്ട് പഠിപ്പിച്ചിരുന്നു, അതുപോലെ MBAക്കും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഈ പ്രോബ്ലം ഞാൻ പഠിപ്പിച്ചുകൊണ്ട് മാത്രം, അതുപോലെ എഞ്ചിനീയറിംഗ് മാത്സിലെ കുട്ടികൾക്കും ട്യൂഷൻ എടുത്തിരുന്നു.
അതുകൊണ്ട് മാത്രം എനിക്കിത് ഈസി ആവുന്നത്. അല്ലാത്തവർക്ക് ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ എങ്ങനെ ഇതിൻ്റെ ആൻസർ നിരാകരിക്കുന്നതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടിയതെന്ന് നോക്കാം. അതിന് വളരെ സിമ്പിൾ ലോജിക്കാണ്. അതായത് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പറയാൻ നമുക്ക് സമയമില്ല, എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറയാം. നമ്മുടെ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു നമുക്ക്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. മനസ്സിലായോ? ആ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അത് എന്താ പറയുക, സാർത്ഥക തലം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കൊമേഴ്സിൻ്റെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് മലയാളം നമ്മൾ പഠിച്ചു കൊണ്ടുവരണേ. അപ്പോൾ എങ്കിലും നമുക്ക് കാര്യമുള്ളൂ, മലയാളത്തിൽ പഠിക്കണം. അപ്പോൾ ആ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ, അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ഞാൻ കൂടുതലായിരിക്കും പോകുന്നില്ല, എങ്ങനെ ആൻസർ കിട്ടിയെന്ന് ജസ്റ്റ് പറയാം. അതിനെയാണ് ഈ ആൽഫ അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മിക്ക പ്രോബ്ലത്തിലും 1% ലെവലോ അല്ലെങ്കിൽ 5% ലെവലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ ഇതാണ്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ് കണ്ടീഷൻ. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ്. ഇപ്പോൾ ഇസഡ് ടെസ്റ്റ് ആണെന്ന് വിചാരിച്ചു, ലാർജ് സാമ്പിൾ ടെസ്റ്റാണെന്ന് വിചാരിക്കുക. ആ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്, അതായത് ഇതിനെ ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് ലെസ് ദാൻ 1.96 ആണെങ്കിൽ അത് ആക്സെപ്റ്റ് H0 ആണ് വിളിക്കുക. അതായത് നൾ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യുക. അത് ഗ്രേറ്റർ ദാൻ 1.96 ആണെങ്കിൽ അത് റിജക്റ്റ് H0, അതായത് നിരാകരിക്കും. മനസ്സിലായോ? റിജക്റ്റ് H0 ആണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 5%-ൻ്റെ പ്രോബ്ലമാണ്. ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ, അതായത് മലയാളത്തിൽ അതിൻ്റെ പേര് കുറച്ച് സമയമെടുക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. തിരസ്കരണ മേഖല, റിജക്ഷൻ റീജിയൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് റീജിയൻ. 1.96-നേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് H0 അല്ലെങ്കിൽ നിരാകരിക്കും. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കും. ഇപ്പോൾ ഇസഡിൻ്റെ ഒരു ഫോമുല ഉണ്ട്. ആ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു വാല്യൂ കിട്ടി വിചാരിച്ചോ, 2.05. എങ്ങനെ വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചോ? അപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 2.05 ആണ്. അത് 1.96-നേക്കാൾ കൂടുതലല്ലേ? അങ്ങനെ വന്നാൽ അത് നിരാകരിക്കും, അതായത് റിജക്റ്റ് ചെയ്യും. നമ്മുടെ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. ഇതാണ് കണ്ടീഷൻ. അത് 1%-ൻ്റെ വരുമ്പോൾ ഈ 1.96 എന്നുള്ള കണ്ടീഷൻ 2.58 ആയി മാറും. മനസ്സിലായോ? ഇതാണ് റീജിയൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 1% ലെവലിൽ അത് റിജക്റ്റ് ചെയ്തു, നിരാകരിച്ചു എന്ന് പറഞ്ഞ മീനിങ് അതിൻ്റെ വാല്യൂ 2.58-നേക്കാളും കൂടുതലായിരിക്കും. ഞാൻ ലാർജ് സാമ്പിളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഏകദേശം 2.75 ആണെന്ന് വെക്കുക. ഇത് സിമ്പിൾ ലോജിക്കാണ്. 2.75 ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആണ്. അതാണ് ഈ എക്സാമ്പിൾ. ഈ ക്വസ്റ്റ്യൻ അതാണ്. 1% ലെവലിൽ 2.58-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് 1.96-നേക്കാളും കൂടുതലല്ലേ വരിക? കത്തിയില്ല അല്ലേ? അതായത് സിമ്പിൾ ലോജിക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കൊരു ഇസഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ആ വാല്യൂ എനിക്ക് 2.75 കിട്ടി. 2.75 കിട്ടിയാൽ ഈ കണ്ടീഷൻ, അതായത് 1%-ൻ്റെ കണ്ടീഷൻ ഇതാണ്. 1%-ൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ്റെ കണ്ടീഷൻ 2.58 ആണെന്ന് വെക്കും. അപ്പോൾ 2.58-നേക്കാൾ കൂടുതലല്ലേ 2.75 അല്ലേ? അതുകൊണ്ട് ഇത് റിജക്റ്റ് ചെയ്തു. അതാണ് ഈ പറഞ്ഞത്, 1% ലെവലിൽ അത് നിരാകരിച്ചു എന്ന് പറഞ്ഞ മീനിങ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1%-ന് പകരം 5% ആകുമ്പോൾ ഇതിനേക്കാളും കൂടുതലല്ലേ ഈ 2.75 അല്ലേ? അത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 5%-ൽ എന്തെന്നെ വരിക? നിരാകരിക്കുക ചെയ്യും. അപ്പോൾ ഇത് പഠിച്ച ഒരാൾക്ക് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ. അതായത് പഠിച്ച ഈ ഒരു ടോപ്പിക്ക് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ 1%-ൽ റിജക്റ്റ് ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 5%-ൽ എന്തായിരിക്കും? റിജക്റ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് വേറെ കുറേ ക്വസ്റ്റ്യൻസ് കൂടി. ഞാൻ ഇന്ന് നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ഒരാൾക്ക് 2-3 പ്രോബ്ലംസൊക്കെ ശരിക്കുള്ള പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു, നിരാകരിക്കും. ഞാനൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ട് ഇതൊക്കെ ഞാൻ ശരിയാക്കി. പക്ഷേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ കണ്ട അപ്പം തന്നെ ആൻസർ ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു സെക്കൻഡ് പോലും വേണ്ട, നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തവർക്ക് ഇത് കിട്ടുള്ളൂ, അല്ലാതെ ഇതിപ്പോൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും ഓപ്ഷനില്ല, ചുമ്മാ കറക്കി കുത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, അതായത് താഴെ പറയുന്നവയിൽ ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ +1+2 ഞാൻ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇസ് എ ടെസ്റ്റ്, ടി ടെസ്റ്റ്, റൺ ടെസ്റ്റ് ആൻഡ് അനോവ, ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എന്താണ് നോൺ പാരാമെട്രിക് ടെസ്റ്റും ഇത് പാരാമെട്രിക് ടെസ്റ്റും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ എംകോമിനെ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി എംകോമിനെ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ടെസ്റ്റുകളൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ പാരാമീറ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിംഗ് ഹൈപ്പോസിസ് ചെയ്യുമ്പോൾ ഈ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതായത് ഈ എന്താ പറയുക, പോപ്പുലേഷൻ മീന്, പോപ്പുലേഷൻ വേരിയൻസ്, അതിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പാരാമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇസഡ് ടെസ്റ്റിൻ്റെ ഒരു ഫോമുലയാണ് ഇസഡ് = x ((σ)(σ)√n. അതിൽ നമ്മുടെ പോപ്പുലേഷൻ്റെ വേരിയൻസും അതുപോലെ പോപ്പുലേഷൻ്റെ മീനാണ് മ്യൂ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോമുലാസ് ഉണ്ടാവും നമുക്ക് പഠിക്കുമ്പോഴൊക്കെ. അങ്ങനെ വരുന്ന ടെസ്റ്റുകളൊക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ ഇസഡ് ടെസ്റ്റ് പാരാമെട്രിക് ടെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ടി ടെസ്റ്റും അത് ഇതേപോലെ തന്നെയാണ്. അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ്, അതും ഈ പാരാമെട്രിക് ടെസ്റ്റുകളാണ്. അപ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉള്ളത് ഇതിൽ ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഇതാണ് റൺ ടെസ്റ്റ്. അതായത് ഇങ്ങനെ പറയുന്ന ഇവരൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ, അതായത് എന്താ പറയുക, നമ്മുടെ ഈ പോപ്പുലേഷൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല, വേരിയൻസ് മീനൊന്നും യൂസ് ചെയ്യാതെ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് റിസർച്ചിലൊക്കെയാണ് നമ്മൾ. അതിനാണ് ഈ എംകോമേർക്കൊക്കെ അത് വരുന്നത്. അവർ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്തും MBAക്കാർക്കൊക്കെ അത് യൂസ് ഉണ്ട് കേട്ടോ. അവർ സ്റ്റഡി നടത്തി അവർ എന്താ പറയുക ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ചില ടെസ്റ്റുകൾ യൂസ് ചെയ്യേണ്ടതായിരിക്കും. കുറേ സാമ്പിളുകൾ 10-30 സാമ്പിളുകളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഗ്രാഫൊക്കെ വരച്ച്, അങ്ങനെ പല ടെസ്റ്റുകളാണ്, കുറേ ടെസ്റ്റുകളുണ്ട്. ഒരു റാങ്ക് സം ടെസ്റ്റ്, എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, ഒന്ന് പഠിച്ചാൽ കിട്ടും. ഓക്കെ, മാൻ വിറ്റ്നി ടെസ്റ്റ്, പിന്നെ ക്രസ്കൽ വാല്യൂ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാനത് പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇതായിരുന്നു, റൺ ടെസ്റ്റ് എന്നായിരുന്നു. മനസ്സിലായോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ചില ക്വസ്റ്റ്യൻസൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ചിലപ്പോൾ നമുക്ക് സിമ്പിളായിരിക്കും, അതായത് അകത്തണ്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഒരു കുതിപ്പ് കുതിക്കൂട്ടാ. എന്തോ ഇതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ മാത്സിൻ്റെ കാര്യത്തിൽ മിസ്റ്റേക്ക് ചെറുതായിട്ടൊക്കെ വരുത്തി, കുറേയൊക്കെ സിമ്പിളായിട്ടുള്ള ബൈജറ്റീവ് എന്നുള്ളതിൻ്റെ എക്സാമ്പിളിൽ x³ കണ്ടില്ല, അപ്പോൾ നൺ ഓഫ് ദീസ് മാർക്ക് ചെയ്തു. പിന്നെ കുറേ ഓപ്ഷനിൽ ഇവയൊന്നുമല്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ചെയ്യുന്ന ആൻസർ ശരിയാണോ അല്ലയോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചു. പക്ഷേ സ്റ്റാറ്റിയിൽ എനിക്ക് കൺഫ്യൂഷനൊന്നും വന്നില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റാറ്റി നന്നായിട്ട് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് കുറച്ചുകൂടി ഹയറായിട്ട് പൊക്കാൻ പറ്റും, ആദ്യത്തെ 10ൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായി പഠിച്ചോളൂ, അടുത്ത ക്വസ്റ്റ്യനായിട്ട് വേണം. ഓക്കെ, നമുക്ക് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രോബബിലിറ്റി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ f(x) = k × e⁻⁻θx തന്നിട്ടുണ്ട് എങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എത്ര? ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നത് കൊണ്ട്, ഇവയൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഇവയൊന്നുമല്ല ടിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? പക്ഷെ അങ്ങനെയല്ല, ഇതല്ല ആൻസർ, ഇതിൻ്റെ ആൻസർ ഇതല്ല കേട്ടോ. കാരണം അത് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എക്സ്പെക്റ്റേഷൻ എക്സ് എന്ന് പറഞ്ഞ മീനല്ലേ, മീന് കാണാൻ വേണ്ടി ശ്രമിക്കും, E(x) കാണാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാം. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. മനസ്സിലായി? ഇതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് കെയുടെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് പ്രോബ്ലം ചെയ്താലേ ഇതിൻ്റെ ആൻസറിലേക്ക് കിട്ടുള്ളൂ. അല്ലാതെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ഇൻറ്റഗ്രേഷനൊക്കെയാണ്. മനസ്സിലായോ? പക്ഷേ ഈ കെയുടെ വാല്യൂ കാണുന്ന ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ ആദ്യം ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ആൻസറൊക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മാത്സ് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് ഇവയൊന്നുമല്ലാന്ന് നമ്മൾ ടിക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെ കുറേ പേർക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് കെയുടെ വാല്യൂ കാണാൻ നമ്മുടെ റൂൾ ഇതാണ്. എന്താണ്? ഇൻ്റഗ്രൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്നുള്ള പോലെ ഇൻ്റഗ്രൽ -∞ f(x) dx =
1 ആയിരിക്കും. ഇവിടെ ഒരു എക്സിൻ്റെ ലിമിറ്റ് 0 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി k ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 കൊടുത്തു. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ടേക്കിംഗ് കെ ഔട്ട്സൈഡ് ഇ റേസ് ടു മൈനസ് തീറ്റ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ബൈ അതിലുള്ള കോൺസ്റ്റൻറ്റ് മൈനസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ലിമിറ്റ് 0 to ഇൻഫിനിറ്റി കൊടുത്തു ഈക്വൽ ടു 1. അപ്പോൾ കെ ഇൻറ്റു ഇതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0 ബൈ മൈനസ് തീറ്റ എന്ന് വരും ഈക്വൽ ടു 1. അപ്പോൾ കെ ബൈ തീറ്റ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു തീറ്റ. അപ്പോൾ കെയുടെ വാല്യൂ തീറ്റയാണെന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, മനസ്സിലായോ? കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. തീറ്റ എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ് കെയുടെ വാല്യൂ. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണുന്നു. ഓക്കെ, ജസ്റ്റ് മാറ്റിയാണേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആണല്ലേ. കെയുടെ വാല്യൂ തീറ്റ എന്നുള്ളത് നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ, അതോടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ അല്ലേ. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. അത് ഇത് കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ടാണ് ഇൻ്റഗ്രൽ വന്നത്. അല്ലെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നാണ് നമ്മൾ കൊടുക്കാറ്. മനസ്സിലായോ? സാധാരണ ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്. വേണമെങ്കിൽ കെനെ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ കെനെ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിലെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അത് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നവർക്ക് അറിയാം. അതായത് യു വി റൂൾ ചെയ്യുന്നത് എക്സ് ഇൻറ്റു രണ്ടാമതിന് ഇൻ്റഗ്രൽ ചെയ്താൽ മതി മൈനസ് തീറ്റ എക്സ് ബൈ മൈനസ് തീറ്റ മൈനസ് പിന്നെ എക്സിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും ഇതിന് ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ബൈ മൈനസ് തീറ്റ ഡി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത്ര ചെയ്താൽ മതി. കോൺസ്റ്റൻ്റ് അടുത്ത ഡെറിവേറ്റീവ് 0 ആയി പോകും കേട്ടോ. ഓക്കെ, ആ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു. 0 to ഇൻഫിനിറ്റി എത്ര മിക്കവർക്കും അറിയാമായിരിക്കും. സോറി, ഈക്വൽ ടു 1 ഇല്ല, ഈക്വൽ ടു. ഇനി അതിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ഉള്ളതുകൊണ്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൽ 2 ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതെന്താവും, 0 മൊത്തം 0 ആയി പോകും. മൈനസ് ലോവർ ലിമിറ്റ് ഞാൻ കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 ബൈ 1 അല്ല ബൈ തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പോൾ 2 മൈനസ് കൊടുക്കുമ്പോൾ കെ ഇൻറ്റു 1 ബൈ തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. കെയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തീറ്റയാണ്. അപ്പോൾ തീറ്റ ഇൻറ്റു 1 ബൈ തീറ്റ സ്ക്വയർ. ഒരു തീറ്റ വെട്ടിപ്പോയി 1 ബൈ തീറ്റ. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് നമുക്ക്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇൻ്റഗ്രേഷനൊക്കെ നടക്കുള്ളൂ കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഇൻ്റഗ്രേഷനാണ്. അല്ലാതെ ഡിസ്ക്രീറ്റ് കേസിൽ വരുമ്പോൾ അത് സിഗ്മ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കുറച്ച് സ്പീഡ് കൂടുതലായി എന്നറിയാം, എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.